സ്ത്രീജനങ്ങൾക്കുള്ള സന്തോഷ വാർത്ത എന്ന രീതിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റ് ഇട്ടിരുന്നു. അതിൻ്റെ വിവരണം ഉടനെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ ലിങ്ക് ഓപ്പൺ ആവുന്നില്ലാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. പക്ഷേ ഇന്ന് പത്രങ്ങളിലൂടെ അത് പഞ്ചായത്ത് മുഖാന്തരമാണ് കൊടുക്കുന്നതെന്നുള്ള വാർത്തകൾ വരുന്ന സ്ഥിതിക്ക് എനിക്ക് ലഭ്യമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിവരിക്കാമെന്ന് വിചാരിക്കുന്നു. 1,00,000 രൂപയിൽ താഴെ വരുമാനമുള്ള 35-നും 60-നും ഇടയിലുള്ള സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. ഈ ആനുകൂല്യം ലഭിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ ജസ്റ്റിസിൻ്റെ, കേരള സർക്കാരിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള സൈറ്റ് വഴിയും അതുപോലെ കാതോർത്ത് എന്നുള്ള സൈറ്റ് വഴിയും അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായും ഓപ്പൺ അല്ലാത്തത് കൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യാതിരുന്നത്. എങ്കിലും ഞാനിപ്പം കളക്ട് ചെയ്ത വിവരങ്ങൾ ഞാനിതിനോടൊപ്പം പിൻ ചെയ്യുന്നതാണ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ സൈറ്റുകൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ നോക്കിയാൽ കയറാൻ പറ്റും. എങ്കിലും ഇത് ശരിക്കും ഇതിൽ ജോയിൻ ചെയ്യേണ്ട സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ scheme.kerala.gov.in/ വീണ്ടും scheme/സ്ത്രീ സുരക്ഷാ മിഷൻ.in ഇതാണ് ശരിയായ സൈറ്റ്. നമുക്ക് കാതോർത്ത് എന്നുള്ള സൈറ്റ് വഴിയും ഇത് സ്ത്രീ സുരക്ഷ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് സ്ത്രീജനങ്ങൾക്ക് നിയമസഹായവും അതുപോലെ തന്നെ കൗൺസിലിങ്ങും ഒക്കെ ലഭിക്കുന്ന ഒരു സിസ്റ്റമാണത്. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അതുകൊണ്ട് ആ സൈറ്റ് നിങ്ങളൊന്ന് സന്ദർശിക്കുക. ഈ ലിങ്കിൽ ഇപ്പോൾ ആധാർ വെച്ച് കയറാൻ കഴിയും. അതുപോലെ നിങ്ങളുടെ രേഖകൾ, ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള രേഖകൾ, അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാം കരുതിയതിന് ശേഷം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.